റിങ് വന്നതും നിവേദിക്ക് ആകെ ടെൻഷനായി. എടുക്ക് ഫോൺ. അച്ഛൻ അമ്മൂനെ തട്ടാൻ തുടങ്ങി. ഒറ്റ ശ്വാസം വലിച്ച് അമ്മു കോൾ കണക്ട് ചെയ്തു. ഹായ്, ഞാൻ വിഷ്ണു. ഹലോ, ഞാൻ നിവേദ്യ. അമ്മയും അച്ഛനും വേഗം അവിടെ നിന്ന് മാറി നിന്നു. ഏത് കമ്പനിയിലെ വർക്ക് ചെയ്യുന്നേ? ഞാൻ MNC ടെക്നോ സൊല്യൂഷൻ. എന്താ ഇനി പ്ലാൻ ഫ്യൂച്ചർ? ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ? അത് ഞാനിപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ശരി, ഞാൻ അച്ഛനെ വിളിക്കാം. ഏയ് നിൽക്കൂ. ആ മോനെ, ഞാൻ അച്ഛൻ. ഇത് അമ്മ. മോനെ എത്ര കൊല്ലമായി അവിടെ? എന്നാ ഇനി ലീവ് കിട്ടാ? അമ്മു വേഗം ക്യാമറയിൽ നിന്ന് മാറി ഓപ്പോസിറ്റ് സൈഡ് അവർ പറയുന്നതെല്ലാം കേട്ടു നിന്നു. ചിരി നാണമുണ്ടായിരുന്നു ആ ഫേസിൽ. എനിക്ക് നെക്സ്റ്റ് മന്ത് ലീവ് ഉണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത് അച്ഛനോട് പറയാം. അച്ഛൻ വിളിച്ചോളും. ശരി, എന്നാ വെക്കട്ടെ ഞാൻ. കോൾ കട്ടായതിനു ശേഷം എന്തൊരു നല്ല മോന അല്ലേ ശശിയേട്ടാ, എന്തൊരു അടക്കം ഒതുക്കം. എൻ്റെ അമ്മേ, ആളെ കണ്ടാലറിയാം, വെറും ജാട തെണ്ടി അവൻ. 10 മിനിറ്റിന് ശേഷം വീണ്ടും കോൾ. ആരാ? ഞാനാ ശശി, ഹരി, വിഷ്ണുവിൻ്റെ അച്ഛൻ. അവന് മോളെ നേരിൽ കാണണമെന്നാ പറയുന്നേ. എന്തായാലും അവൻ ലീവ് കൊടുത്തിട്ടുണ്ട്. എന്നാ ശരി, അങ്ങനെ നടക്കട്ടെ. മോളെ, അമ്മു, ചന്ദ്രേ. അതെ, വിഷ്ണുവിന് നിന്നെ നേരിൽ കാണണമെന്നാ പറയുന്നത്. ഓ, അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ചുരുക്കം പറഞ്ഞ. ഞാൻ പറഞ്ഞില്ലേ അവർ ജാടയാണെന്ന്. ഓ, ഇനി ഇഷ്ടായില്ലേ നമ്മുടെ മോളെ? ശശിയേട്ടാ ഇഷ്ടായി ഉണ്ടാവില്ലേ? ഏയ്, അങ്ങനെ ആവില്ലടി. ഞാനൊന്ന് പുറത്തു പോയി വരാം. അടുത്ത ദിവസം നിവേദിയുടെ ജോലി സ്ഥലത്ത്. എന്തായിടെ കല്യാണം? ഓ, ഒന്നും പറയണ്ട റേച്ചൽ, അവനൊരു ജാടയാ, കണ്ടാൽ അറിയാം. ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. നീ ആ ജോഷ്യനെ കെട്ടി നോക്കിയടി. ആള് ക്രിസ്ത്യാനിയായ, പിന്നെ ചുള്ളനാ. ഒന്ന് പോയേടി അവിടെ നിന്ന്. അവൻ കേൾക്കണ്ട നീ പറയണതൊന്നും. അതൊക്കെ പോട്ടെടി, കാണാൻ എങ്ങനെയുണ്ട് അത് പറ നീ. അത് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഒന്ന് പോടി, കാണാനൊക്കെ ചുള്ളനാടി. ഇഷ്ടായ നിനക്ക്? അത് പിന്നെ തരക്കേടില്ലേ, കുഴപ്പമില്ലടി. ഓ, മനസ്സിലായി അമ്മു, നിന്റെ തരക്കേടില്ല. പോടി അവിടെ നിന്ന്. ചന്ദ്രേ, അവർ പിന്നെ വിളിച്ചില്ലല്ലോ. ഇനി ഇഷ്ടായിണ്ടാവില്ലേ നമ്മുടെ മോളെ? എൻ്റെ അച്ഛ, ഒന്ന് നിർത്തിയേ. ഇഷ്ടായില്ലെങ്കിൽ നമുക്കെന്താ? ആ ജാട ഫാമിലി ഒന്ന് നിർത്തിക്കുക അച്ഛൻ. നിവേദ്യ പിന്നീട് റൂമിൽ പോയി കണ്ണാടിയിൽ നോക്കി. എനിക്ക് എന്താ ഒരു കുറവ്? ഇനി അവർ വിളിച്ചാലും ഈ കല്യാണം വേണ്ട. ഒരാഴ്ചയ്ക്ക് ശേഷം നിവേദിയും കൂട്ടുകാരും കൂടി ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. സ്കൂട്ടിയിലാണ് എന്നും അവർ ജോലിക്ക് വരാറുള്ളത്. തൻ്റെ വണ്ടിയെടുത്ത് തിരിച്ച് റോഡിലെത്തിയതും മുന്നിലൊരു വണ്ടി. ആരാടോ താൻ? കണ്ണ് കണ്ടൂടെ തനിക്ക്? വണ്ടി മാറ്റടോ. സൗകര്യമില്ല. നീ ഏതാടി? ഞാൻ ആരായാലും നിനക്കെന്താ? റോഡ് നിന്റെ വീട്ടിൽ നിന്നല്ലല്ലോ. അയാൾ വണ്ടി വേഗം നീക്കിക്കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിലേക്കൊരു കോൾ വന്നു. ഇതാരാ ഈ നേരത്തെ തന്നെ? ആരാ? ഞാനാ ചന്ദ്ര. ഞാൻ കണിമംഗലത്ത് നിന്ന് ഹരി, വിഷ്ണുവിൻ്റെ അച്ഛൻ. പറഞ്ഞോ. ശശി എവിടാ? ശശിയേട്ടൻ പുറത്ത് പോയേക്കാ. എന്നാലേ ഞങ്ങളിന്ന് വൈകിട്ട് വരുന്നുണ്ട് മോളെ കാണാൻ. വിഷ്ണു വന്നിട്ടുണ്ട്. അതിനെന്താ, ഞാൻ ശശിയേട്ടനോട് പറയാട്ടോ. ആരാ അമ്മേ ഈ രാവിലെ തന്നെ? മോളെ, കണിമംഗലത്ത് നിന്നാ വിഷ്ണുവിൻ്റെ അച്ഛൻ. അവരിന്ന് വരുന്നുണ്ടെന്നാ പറഞ്ഞേ ഉച്ച കഴിഞ്ഞ്. ഓ, പിന്നെയും തുടങ്ങിയോ? ഞാൻ വിചാരിച്ചത് കഴിഞ്ഞൂന്നാ. അങ്ങനെ വൈകുന്നേരമായി. ദേ മോളെ, കാറ് വന്നൂട്ടോ. അമ്മു ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എവിടാ സുന്ദരൻ? കാണാനില്ലല്ലോ. അമ്മ, അനിയത്തി. ദാ ഇറങ്ങുന്നു. എൻ്റെ അമ്മോ, എന്തൊരു ഹൈറ്റ് അവന്. ഫേസ് കാണാൻ പറ്റണില്ലല്ലോ. അവൻ നോക്കുന്നു. അമ്മു വേഗം വിൻഡോയുടെ ഡോർ വാതിൽ അടച്ചിട്ടു. അവൻ കണ്ടിട്ടുണ്ടാവോ? ഏയ് ഇല്ല. മോളെ, അമ്മു ഇന്ന് കൂടുതൽ സുന്ദരിയായിരുന്നു. അവൾ മുന്നോട്ട് വന്നു. മുറിയാകെ നിശബ്ദത നിറഞ്ഞു നിന്ന നിമിഷം. അപ്പോഴാണ് കയ്യിൽ ചായ ട്രേയുമായി അവൾ പതിയെ അകത്തേക്ക് നടന്നു വന്നത്. അവളുടെ ഓരോ ചുവടിലും ഒരു നാണവും മുഖത്തൊരു പുഞ്ചിരിയും ഒളിഞ്ഞു നിന്നിരുന്നു.
ഇളം മഞ്ഞ നിറത്തിലുള്ള ചുരിദാറാണ് അവൾ ധരിച്ചിരുന്നത്. അതിൽ അവൾ ശോഭിച്ചിരുന്നു. നീണ്ട മുടി അലസമായി പിന്നിലേക്ക് കെട്ടിയിട്ടിരുന്നു. നെറ്റിയിലെ ചെറിയ കറുത്ത പൊട്ടും കണ്ണുകളിലെ കാജലും കവിളുകളിൽ വിരിഞ്ഞ നാണച്ചുവപ്പും അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. അവൾ തല ഉയർത്തി നോക്കാൻ പോലും മടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിലേക്ക് എത്തി. കൈകളിൽ ചെറിയൊരു വിറയിൽ ഉണ്ടായിരുന്നെങ്കിലും ചായക്കപ്പുകൾ ഓരോരുത്തർക്കും പുഞ്ചിരിയോടെ അവൾ നീട്ടിക്കൊടുത്തു. ഇടയ്ക്കൊരിക്കൽ അവളുടെ കണ്ണുകൾ ചെറുതായി ചെറുപ്പക്കാരൻ്റെ കണ്ണുകളുമായി ഉടക്കി. ഒരു നിമിഷം മാത്രം നീണ്ടുനിന്ന ആ നോട്ടത്തിൻ്റെ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു നാണവും കൗതുകവും നിറഞ്ഞു നിന്നിരുന്നു. മുറിയിലെ എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ സൗന്ദര്യം മുഖത്ത് മാത്രമായിരുന്നില്ല, സംസാരത്തിലെ വിനയത്തിലും പെരുമാറ്റത്തിലെ ലാളിത്യത്തിലും പുഞ്ചിരിയിലെ നിഷ്കളങ്കതയിലും അത് തെളിഞ്ഞു നിന്നു. ആ നിമിഷം ചായയുടെ സുഗന്ധത്തേക്കാൾ കൂടുതൽ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞത് അവളുടെ സാന്നിധ്യത്തിൻ്റെ മാധുര്യമായിരുന്നു. ആദ്യം വിഷ്ണുവിനല്ലേ കൊടുക്കേണ്ടേ മോളെ? അമ്മ ഒരു വിറയലോടെ വിഷ്ണുവിനെ ലക്ഷ്യമാക്കി നടന്നു. എന്നിട്ട് നാണത്തോടെ ചായ നീട്ടി. മോളെ, മുഖത്തേക്ക് നോക്കൂ, ഇനി കണ്ടില്ല എന്ന് പറയണ്ടാട്ടാ. എടാ ചേട്ടാ, നീ നോക്കണില്ലേ ചേച്ചീനെ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യേ, ശശി പറഞ്ഞു. നാണത്തോടെ അമ്മു വിഷ്ണുവിനെ ഒന്ന് നോക്കി. വിഷ്ണുവും അവളെ നോക്കി. എവിടെയോ നല്ല കണ്ടു പരിചയമുണ്ടല്ലോ അമ്മു ഓർത്തു. വിഷ്ണുവിൻ്റെ ചിരി നിന്നു. രണ്ടാളും ദേഷ്യത്തോടെ നോക്കി. ആ, ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ? നമ്മൾ മാത്രം സംസാരിച്ചാൽ മതിയില്ലല്ലോ, അവർക്കും കൊടുത്തേക്ക ഒരു സൗകര്യം. രണ്ടാളും പുറത്തുപോയി സംസാരിച്ചോളൂ. അമ്മു അച്ഛനെ ദേഷ്യത്തോടെ നോക്കി. എന്നിട്ട് മുന്നോട്ട് നടന്നു. അനിയത്തി ചിരിച്ചു. ഞാനും വരട്ടെ ഏട്ടാ കൂടെ? വിഷ്ണു അഞ്ജുവിനെ തുറിച്ചു നോക്കി. എന്നിട്ട് അമ്മുവിൻ്റെ പിന്നാലെ നടന്നു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.